നമസ്കാരം സുഹൃത്തുക്കളെ. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ. കുറേയേറെ ദിവസങ്ങളായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ഈ സുഗതൻ ആർ. തിരുവനന്തപുരത്തെ കൗൺസിലർ സുഗതൻ ആർ. അദ്ദേഹം കാപ്പ കേസ് ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന്, കോടതി വിധിയെ തുടർന്ന് വിയ്യൂർ ജയിലിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്, കൗൺസിലറായിട്ട് സ്ഥാനം വയ്ക്കുകയാണ്. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് തിരുവനന്തപുരത്തെ മേയർ വി രാജേഷാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ കേസിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ കേസിൽ അകപ്പെടുന്നത് ഇന്ത്യയിൽ അതൊരു പുതിയ കാര്യമേ അല്ല. കേരളത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാൾ, കാരായി രാജൻ എന്ന് പറഞ്ഞ വ്യക്തി, കാപ്പ ചുമത്തപ്പെട്ട് സ്വന്തം നാട്ടിൽ 8 വർഷത്തോളം കാലുകുത്താൻ പോലും അനുവാദമില്ലായിരുന്നു. അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ് താമസിച്ചത്. അതിനുശേഷം അദ്ദേഹം ജനവിധി തേടി ഇപ്പോൾ MLA ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ശബരിനാഥൊക്കെ ആരോപിക്കുന്ന പോലെ സുഗതൻ്റെ കാര്യം അപൂർവതയൊന്നുമല്ല. അത് സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ചില നേതാക്കളെങ്കിലും ഇത്തരം ഈ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് ജയിലിലും മറ്റുമൊക്കെ കടന്നിട്ടുള്ളതാണ്. ശബരിനാഥിന് അതിനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അച്ഛൻ്റെ ക്രെഡിറ്റിൽ MLA ആയി നേതാവായ വ്യക്തിയാണ്. ഇനി അതെല്ലാം പോട്ടെ, ആത്യന്തികമായി ഇതിൻ്റെ നേട്ടം കിട്ടിയത് ആർക്കാണ് എന്ന് നോക്കുക. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി വി രാജേഷാണ്, മേയറാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ 6 മേയർമാരുണ്ട്, 6 കോർപ്പറേഷനുണ്ട്. അതാത് കോർപ്പറേഷനിലെ സ്ഥലങ്ങൾക്ക് അതാത് മേയർമാരെയൊക്കെ അറിയാം. പക്ഷേ കോഴിക്കോട് മേയറിനെ തിരുവനന്തപുരംകാരൻ അറിയണമെന്നില്ല, കൊച്ചി മേയറെ കണ്ണൂരുകാരൻ അറിയണമെന്നില്ല, ഫോട്ടോ കാണിച്ചാലും തിരിച്ചറിയണമെന്നില്ല. പക്ഷേ വി രാജേഷിനെ ഈ 14 ജില്ലയിലെ ആളുകൾക്കും അറിയാം. വി രാജേഷിനെ മാത്രമല്ല, ഡെപ്യൂട്ടി മേയറായിരിക്കുന്ന ആശാനാഥിനെ അറിയാം. പിന്നെ ഒരാളെ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ അറിയാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അറിഞ്ഞു തുടങ്ങിയതും ഇത്രയേറെ ഫേമസ് ആക്കിയതും ഈ ശബരിനാഥ് കൂട്ടരാണ്. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുഗതൻ ആറാണ്. അദ്ദേഹത്തിൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സുഗതൻ ആർ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഈ വാർത്ത പോലും എത്രമാത്രം സമയമെടുത്ത് പ്രാധാന്യത്തോടെ അവിടെ പോയി കാത്തു കെട്ടി കിടന്നിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം അത് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്ത്. ഒന്ന് ഓർത്തു നോക്കിയേ, ഇത് ശരിക്കും രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്തത് BJPക്ക് തന്നെയാണ്. ഇപ്പോൾ മറ്റു പാർട്ടിയിലെ ഒരു നേതാക്കളും ഇതുപോലെ കേസൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആയിരുന്നു, പാർട്ടിയായിരുന്നു. BJPയിലെ ഒരു അംഗത്തിന് മാത്രമാണ് ഇതുപോലുള്ള കേസ് ഉണ്ടായത് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു മൈനസ് തന്നെയായിരുന്നു, നെഗറ്റീവ് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേസ്. ഇവിടെ MLA ആയിട്ടിരിക്കുന്ന ഒരാൾ കൊലക്കേസ് പ്രതിയാണ്. സ്വന്തം നാട്ടിൽ 8 വർഷം കാലുകുത്താൻ അയാൾക്ക് പറ്റില്ലായിരുന്നു. കാരണം കോടതി വിധി അനുസരിച്ച് അയാളെ ആ നാട്ടിൽ നിന്ന് നാട് കടത്തി വേറെ നാട്ടിൽ ജീവിക്കേണ്ടി വന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ വരെ നമ്മുടെ നിയമസഭയിൽ കയറിയിരിക്കുമ്പോഴാണ് ഈ കൗൺസിലറെ എങ്ങനെയും പിടിച്ച് ജയിലിലാക്കി അവിടുത്തെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ശബരിനാഥും കൂട്ടരൊക്കെ ചെയ്തത്. എൻ്റെ ഇടയ്ക്ക് അയാൾ കൊക്കിനെ വളർത്തുന്നോ, കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇയാളെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കില്ല എന്നൊക്കെയാണ് വീരവാദം മുഴക്കിയത്. കോടതിയിൽ പറയുന്നത് ജയിലിൽ വെച്ച് വേണമെങ്കിലും സത്യപ്രതിജ്ഞ ആവാം എന്ന് കോടതി പറയുമ്പോൾ ആയിക്കോ എന്ന തരത്തിൽ അതിനകത്ത് നിന്നിട്ട് അഭിപ്രായം പറയുകയും പുറത്തിറങ്ങി വന്നിട്ട് അത് നാണക്കേടാണെന്ന് പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ശബരിനാഥിനെ പോലുള്ളവർ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ചുരുക്കത്തിൽ ഒരു ലോക്കൽ നേതാവ് എന്ന തരത്തിൽ മാത്രം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടിയിരുന്ന സുഗതൻ ആർ എന്നൊരു വ്യക്തിയെ ഇന്നിപ്പോൾ ഒരു സംസ്ഥാന നേതാവാക്കി അവർ മാറ്റി. ഒരുപക്ഷെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കുറേ ദിവസം കൊണ്ട് മാധ്യമങ്ങൾ പറഞ്ഞ പേര് ഈ സുഗതൻ്റെ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളായിരിക്കും ഇവർ സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരുന്നത്. അങ്ങനെ കൊച്ചുകുട്ടികൾക്ക് പോലും ഇപ്പോൾ തിരിച്ചറിയാം ഈ സുഗതൻ എന്ന വ്യക്തിയെ. ഒടുവിൽ അവർ വിചാരിച്ച കാര്യങ്ങളിട്ട് നടന്നുമില്ല. ശബരിനാഥും ഇടതുപക്ഷമൊക്കെ വിചാരിച്ച കാര്യങ്ങളിട്ട് നടന്നുമില്ല. വി രാജേഷിനെ മേയർ സ്ഥാനം രാജിവെപ്പിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് BJPയെ ഭരണത്തിൽ നിന്ന് ഇറക്കാൻ പറ്റില്ല. ഇതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഔദ്യോഗികമായിട്ട് തന്നെ ഈ സുഗതൻ ആർ എന്ന് പറഞ്ഞ വ്യക്തി ജയിലിലാണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്തു, കൗൺസിലറായി അവരുടെ ഭൂരിപക്ഷം ഉറപ്പിക്കുകയും ചെയ്തു. അവസാനം തേഞ്ഞപ്പോൾ ആര് തേഞ്ഞു?